വീട്ടിലെ പെണ്ണുള്ളവരൊന്നല്ലോ അല്ലേ? ആ അത് മുന്നണി. അപ്പോ ഏതായിരുന്നാലും ഈ പെണ്ണിന് തോന്നി ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, മോശമായി പോയി, ഒരു വാക്ക് മറുപടി പറയില്ല. ഞാനില്ല ഇങ്ങനെ അന്നങ്ങൾ വിളിച്ചായി പോയി നിന്നിട്ടേ ഉള്ളൂ. അപ്പോ എന്തായാലും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് പെണ്ണ് എന്തോ ഒരു ചെറിയ കറിക്കുള്ള സൂപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ആ മനുഷ്യന് കൊടുത്തു. ആ കൂടെ വന്ന മനുഷ്യന് കൊടുക്കുമ്പോൾ അയാൾ വിശന്ന് വലഞ്ഞ മനുഷ്യൻ ആ സൂപ്പ് കുടിച്ചിട്ട് ഈ പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുച്ഛിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഈ ചെരുപ്പ് കുത്തി അദ്ദേഹത്തിന്റെ കൈത്തൊഴിൽ ഈ കൂടെ വന്ന യുവാവിനെ പഠിപ്പിച്ചു കൊടുത്തു. അയാൾ ആ കൈത്തൊഴിൽ പഠിച്ചപ്പോ അയാൾ അതിൽ വലിയ മാഹിറായി മാറി, വലിയ നിപുണനായി മാറി. അയാൾ ആ നാട്ടിൽ ഇയാളെ പോലെ ചെരുപ്പ് തുന്നാൻ മാത്രം കഴിവുള്ള മറ്റൊരു കലാകാരനില്ല എന്ന തോന്നി അത്രയും വളരെ കഴിവുറ്റ കൈപ്പുറ്റ നിപുണനായ ഒരു ചെരുപ്പ് തുണിയായി ഇയാൾ മാറി. ആ നാട്ടിലൊക്കെ ഇയാളെ കുറിച്ച് പറ്റിയ സംസാരങ്ങളുമായി. ഇയാളെ പോലെ ചെരുപ്പ് തുന്നാൻ അറിയുന്ന നല്ല ഫാഷനിലായിരുന്നാലും മോഡൽ മറ്റാർക്കും ഇല്ല എന്ന ഒരു ഭാഷ്യം നാട്ടിൽ പറഞ്ഞു. അയാൾക്ക് നല്ല പേരായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിലെ ചെറു രാജാവ്, പഴയ കാലത്ത് നമ്മൾ പ്രഭു എന്നൊക്കെ പറയുമല്ലോ, ആ രാജാവ് ഇങ്ങനെ ഒരു ദിവസം കുതിര കുളമ്പടി കേൾക്കുന്നു. കുതിരയുടെ കുളമ്പടി കേൾക്കുമ്പോൾ ഈ വീട്ടുകാരൻ ഓടി പുറത്തോട്ട് നോക്കുമ്പോൾ വരുന്നത് പ്രഭുവാണ്. ആ പ്രഭു വീട്ടിലോട്ട് കടന്നു വന്നു. പ്രഭുവിൻ്റെതായ പറാവുകാരും പോലീസുകാരൊക്കെ കൂടെയുണ്ട്. പ്രഭുവിന്റെ കൂടെയുള്ള പറാവുകാരൻ പറഞ്ഞു, ഇത് പ്രഭു ഒരു യാത്രയിൽ ജർമ്മനിയിൽ പോയപ്പോ 20 റൂബിൾ കൊടുത്തു വാങ്ങിയ വലിയ വിലപിടിപ്പുള്ള മുന്തിയതരം തോലാണ്. ഇതുകൊണ്ട് ഈ പ്രഭുവിനെ, ഈ രാജാവിന് നല്ല ഒന്നാന്തരം ഒരു ബൂട്ട് വെക്കണം. ബൂട്ട് വെക്കണമെന്ന് പറയുമ്പോൾ ഈ ബൂട്ടിന്റെ അളവെടുക്കാൻ പറയുമ്പോൾ ഈ നമ്മുടെ കഥാപാത്രമായ യുവാവ്, വന്നുകേറിയ യുവാവ് ഈ രാജാവിന്റെ കാലൊക്കെ അളന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ മറുഭാഗത്ത് പുറകിലോട്ട് നോക്കി അയാൾ ഇങ്ങനെ അന്തപ്പെട്ടുകൊണ്ടിരിക്കുക. രാജാവിന്റെ കാല് അളവെടുക്കുന്നുണ്ട്. രാജാവ് അത് ശ്രദ്ധിച്ചു. പക്ഷെ ഇയാൾ നോക്കുന്നത് രാജാവിന്റെ പുറകിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ രാജാവ് പറഞ്ഞു, നീ അളവെടുക്കുന്നതൊക്കെ കൊള്ളാം, നല്ല സുന്ദരമായ ഒരു ബൂട്ടാണ് നീ നിർമ്മിക്കുന്നത്, അല്ല എങ്കിൽ നിന്റെ തല പോകും, അതല്ലെങ്കിൽ നിന്റെ ശിഷ്ട ജീവിതം ജയിലായിരിക്കും. താക്കീത് ചെയ്തു, അളവെടുത്തു. അത് പറയുമ്പോഴത്തേക്കും ഈ മനുഷ്യൻ അയാളെ മുഖത്ത് നോക്കിയുള്ള പുച്ഛിച്ചു. രാജാവിന്റെ മുഖത്ത് നോക്കിയുള്ള പുച്ഛിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും ആ വീട്ടിലോട്ട് ചെരുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ 2 കുട്ടികളുമായി കടന്നു. അതൊരു കുട്ടിയുടെ കാലൽപ്പം മുടന്തുള്ള കാലാണ്, ഒരൽപ്പം വളഞ്ഞിരിക്കുന്ന കാലാണ്. അതുകൊണ്ട് തന്നെ അളവെടുക്കാനത് പ്രയാസപ്പെട്ടു. അളവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്തോ ഒരു ശരീരത്തിന് ചിലപ്പോൾ ഈ കള്ളൻ ആരെങ്കിലും കണ്ടാൽ, നാട്ടുകാരെ കണ്ടാൽ ഒരു പരിമൂല എന്നതുപോലെ ഒരു പരിങ്ങൽ ഇയാൾക്കുണ്ടായി. അതും ഈ വീട്ടുകാരൻ ശ്രദ്ധിച്ചു. അയാൾ അളവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാരൻ ആ പെണ്ണിനോട് സംസാരിച്ചു, എന്താ മോൻ, എന്താ പറ്റിയ, ഒരു കാല് പ്രശ്നമാണല്ലോ എന്ന് പറയുമ്പോ ആ പെണ്ണ് മറുപടി, ഈ രണ്ടും എന്റെ മക്കളല്ല. ചെറുപ്പത്തിലെ ചോരക്കുഞ്ഞായിരിക്കുമ്പോ അവരുടെ മാതാവ് മരണപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ ഏറ്റെടുത്ത് ഈ കുട്ടികളെ സ്വന്തം മക്കളെക്കാൾ ഏറെ വാത്സല്യത്തിലാണ് ഞാൻ അവരെ വളർത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ ആള് ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി പുച്ഛിച്ചു. എത്ര പ്രാവശ്യം ഇയാൾ പുച്ഛിച്ചു? 3 പ്രാവശ്യം പുച്ഛിച്ചു. ഓരോ 3 പ്രാവശ്യമാണ്. 2, 4, 2 ഇങ്ങനെ ഏതായാലും 3 വട്ടമാണ് ആ മനുഷ്യൻ പുച്ഛിച്ചത് അല്ലേ? അത് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുന്നു പറഞ്ഞിട്ടല്ലേ? ഞങ്ങളുടെ പരീക്ഷ കേട്ടോ. അപ്പോ നമ്മൾ പരിശുദ്ധ ശഅബാനിലാണ്. നമ്മൾ നന്നാവണം. നന്നായിട്ട് റമദാനിൽ കടന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. റമദാൻ വരുമ്പോൾ കിടന്ന് പട്ടിണി കിടന്നിട്ട് കമ്മിൽ മുത്തലി പറഞ്ഞ പോലെ പട്ടിണി കിടക്കുന്നു. അത് വിശപ്പുണ്ടാകുമോ അല്ലാതെ ഒന്നും ബാക്കിയില്ല എന്നാലും റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞ പോലെ ഒരു റമദാൻ ആകാൻ പാടില്ല. റമദാൻ ആകണമെങ്കിൽ അല്ലേ, കൃഷി ചെയ്യുന്ന മാസം റജബാണ്. നനച്ച
ഞായറാഴ്ചയും ഒക്കെ നമ്മൾ വളർത്തേണ്ട മാസം ശഅബാൻ, റമളാനിൽ വിളവെടുക്കേണ്ട മാസമാണ്. അള്ളാഹു അതിന് പകരം തരട്ടെ. വിളവെടുക്കേണ്ട മാസമാണ് റമളാൻ. ആ റമളാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? റജബിൽ അള്ളാഹുവിന്റെ ഭാഗം, റജബുൽ ശഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ ഭാഗം റജബിൽ നമ്മൾ ശരിയാക്കണം. കാരണം എന്താ? അള്ളാഹിന്റെ ഭാഗമാണ് റജബ്, നമസ്കാരത്തിന്റെ വാർഷിക മാസമാണ്. അപ്പൊ കളാമുള്ള നമസ്കാരങ്ങളൊക്കെ നിറവേറ്റി പടച്ചതമ്പുരാനുമായുള്ള ഒരു ബന്ധം നമ്മൾ സുദൃഢമാക്കി റബ്ബിനോടുള്ള പോരായ്മകളൊക്കെ മാറ്റി അള്ളാഹു തമ്പുരാനോട് ഇഷ്ടം ശ്രമിക്കാനുള്ള മാസമായിരുന്നു റജബ്. പക്ഷേ നമുക്കത് നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു കാക്കട്ടെ. ഇനി ശഅബാൻ ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് ആരംഭ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഈ മുത്തുനബിക്ക് അള്ളാഹു ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്ത അത്ഭുതമായ ഒരു മാസമാണ് ശഅബാൻ മാസം. പരിശുദ്ധമായ ഖുർആനിൽ ഇന്നല്ലാഹ വ മലായികതുഹു യസല്ലൂന അലൻ നബി എന്ന് പറയുന്ന ലോകത്തെ എല്ലാ മെമ്പറിലും വെള്ളിയാഴ്ച ഓതുന്ന ഒരു ആയത്ത്, സ്വലാത്ത് കൊണ്ടുള്ള പ്രഖ്യാപനം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത് ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. അങ്ങനെ വരുമ്പോൾ സ്വലാത്തിന്റെ വാർഷികം കൂടിയാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. ആരംഭ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരുപാട് സമ്മാനം അല്ലാഹു കൊടുത്ത മാസമാണ് ശഅബാൻ. ഒത്തുരിക്ക് വേണ്ടി നമ്മളൊക്കെയും പടച്ചോനെ നമ്മുടെ കയ്യിലൊന്നുമില്ല, അള്ളാഹു റസൂലിന്റെ ശഫാഅത്തിലെങ്കിലും പെടുത്തിയിട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ ഒരു കൊതിയാണ് മുഅ്മിനീങ്ങൾക്കുള്ളത്. അള്ളാഹു റസൂലിന്റെ ശഫാഅത്ത് എന്ന് പറയുന്ന അനുഗ്രഹീതമായ ആ അലങ്കാരം, ആ അനുവാദം, ആ ഒരു പവർ അള്ളാഹു അനുവദിച്ചു കൊടുത്തതും ഈ ശഅബാനിലാണ്. ഈ ശഅബാനിലാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഓരത്ത് താമസിക്കുമ്പോഴും ആ കഅബാലയത്തിന്റെ ഓരത്ത് അള്ളാഹു നമസ്കാരം കൊണ്ട് കൽപ്പിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചത് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അല്ലേ? സ്വാഭാവികമായും ബൈത്തുൽ മുഖദ്ദസിലോട്ട് തിരിയുമ്പോൾ കഅബയിലേക്ക് പുറംതിരിയേണ്ടി വരും. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അങ്ങനെ വരുമ്പോൾ മുത്തുനബി നമസ്കരിച്ചെവിടെയാണ്? ഉദാഹരണം പറഞ്ഞാൽ മക്ക, നമ്മുടെ മക്ക, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാനാണ് ആരംഭ റസൂലുള്ളാഹി തങ്ങൾക്ക് നിർദ്ദേശം. അപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ എന്ത് പറ്റും? ഈ മക്കാമിനെ പിന്നിലാക്കേണ്ടി വരും. മക്കാമിനെ പിന്നിലാക്കേണ്ടി വരും. എന്നാൽ ഒത്തുരിമ ചെയ്തവല്ല, മക്കാമല്ല, അത് കഅബാലയമാണ്. എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ കഅബയാണ്. ഒത്തുരിമ ചെയ്തല്ല, മക്കാമിന്റെ മുന്നിൽ വരും. കഅബാലയത്തിന്റെ പിന്നിൽ പോയിട്ട് ബൈത്തുൽ മുഖദ്ദസ്. അപ്പൊ എന്താ? ബൈത്തുൽ മുഖദ്ദസും ഖിബ്ലയായി, ഖിബ്ലയെയും ആദരിച്ചു. ഇങ്ങനെയാണ് നമസ്കരിച്ച. മദീനത്ത് പോയപ്പോഴും ഒത്തുരിമ നമസ്കരിച്ച് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. 17 മാസവും 3 ദിവസവും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ച് ഇടയ്ക്കിടയ്ക്ക് തല ഇങ്ങനെ ആകാശത്തോട്ട് ഉയർത്തി ഇങ്ങനെ നോക്കും. കാരണം മുത്തുനബിയുടെ മനസ്സിൽ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം അല്ലാഹുവേ, എന്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ കഅബാലയം എനിക്ക് തരണേ, ഖിബ്ലയാക്കി എന്ന് ആശ മുത്തുനബിയെ കൊണ്ട് ചോദിച്ചിട്ടില്ല. ഗതികെട്ട് കാത്തിരുന്ന ജിബ്രീൽ വരുമ്പോൾ ജിബ്രീലെ ഇങ്ങനെ ഒരു ആശനിക്കുണ്ട്. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, നബിയെ, ഞാൻ ഒരു അടിമയാ, എന്നെക്കാളും അള്ളാഹിന്റെ വലിയ പദവിയുള്ളവർ അവിടുന്ന് ദുആ ചെയ്യും, അള്ളാഹു സ്വീകരിക്കും. പക്ഷേ ദുആ ചെയ്യിപ്പിക്കുകയാണ് അള്ളാഹു. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ അസർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആയത്തിറങ്ങിയ ഖദ് നറാ തകല്ലുബ വജ്ഹിക ഫിസ്സമായി ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം. പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയ നബിയെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ കഅബാലയം ഖിബ്ലയായി കിട്ടാൻ അല്ലാഹുവിനോട് ആശിച്ചുകൊണ്ട് അവിടുത്തെ കണ്ണുമുഖം ഇങ്ങനെ ഉയർത്തുന്നത് നാം കാണുന്നുണ്ട് നബിയേ. അതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പൊ തന്നെ പരിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞൊന്ന് നമസ്കരിക്കണേ നബിയേ. ഖുർആനായിട്ടിറങ്ങി അസ്റിന്റെ 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുമ്പോഴാണ് ആയിട്ടിറങ്ങണേ. അവിടെ നിന്ന് അപ്പൊ തന്നെ ബാക്കി 2 റക്അത്ത് അല്ലാഹു റസൂൽ തിരിഞ്ഞ് കഅബയിലേക്ക് നിസ്കരിച്ചു. അവിടെയാണ് കഅബ ഖിബ്ലയാക്കി കിട്ടുന്നത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇത് കൊടുത്തത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അല്ലാഹു ആ ആശയം പൂർത്തീകരിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ മദീനത്ത് മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന ഖിബ്ല കാണുന്നത്, 2 ഖിബ്ലയുടെ പള്ളി എന്ന പള്ളി നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ചരിത്രങ്ങളും പഠിക്കുക. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അങ്ങനെ മുത്തനബിക്ക് ഇത് മാത്രമല്ല, ഒരുപാട്, ഞാൻ ചുരുക്കമാണ്, ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തൊരു മാസമാണ് ഈ പരിശുദ്ധമായ ശഅബാൻ മാസം. ഈ മാസത്തിലാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് പൊടി തട്ടിയെടുത്ത് അല്ലാഹു തമ്പുരാനെ ഓരം ആഗ്രഹിച്ച്
മുത്തുനബിയെ വല്ലാതെ ഇഷ്ടപ്പെട്ട് സ്വലാത്തുകൾ ചെല്ലേണ്ട മാസം ഇതാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. മഹാനായ ഹസൻ ഇബ്നു അലി ഹസൻ തങ്ങളോട് ചോദിച്ചു, ഈ ശഅബാനെ രാത്രി ആയാൽ എന്താ ചെയ്യാ? അവിടുന്ന് പറഞ്ഞത്, ഞാൻ രാത്രിയെ 3 ഭാഗിക്കും. സുലുസുൽ ലൈൽ 3/1 ഞാൻ എൻ്റെ ഉപ്പാപ്പ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യും. 3/2 ഭാഗം ഞാൻ അല്ലാഹു തമ്പുരാന് വേണ്ടി നമസ്കരിക്കും. 3 അവസാനത്തെ ഘടകമായ ഭാഗം 3/1 ഞാൻ ഇസ്തിഗ്ഫാറിന് വേണ്ടി ചെലവഴിക്കുമെന്ന് മഹാനുഭാവ പറയും. അല്ലാഹു മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശഅബാനിന്റെ ഓരോ ദിവസവും 750 സ്വലാത്തുകൾ ചൊല്ലി മഹാന്മാരെ വലിയ പതിവായിരുന്നു. അങ്ങനെ ചൊല്ലുന്നവർക്ക് എന്താ പ്രതിഫലമെന്ന് ചോദിക്കുമ്പോ അസൈനാറ്റങ്ങൾ പറയാതെ അരിയാട്ടങ്ങൾ പറയുമായിരുന്നു, അള്ളാഹുവിന്റെ മുഖറബീങ്ങളിൽ പെടുമെന്ന്. അള്ളാഹുവിന്റെ മുഖറബീങ്ങൾ എന്ന് പറഞ്ഞ ഏറ്റെടുത്താൽ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഖുർആനിൽ പറഞ്ഞ കൂട്ടർ മുഖറബീങ്ങൾ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ കാലം വലിയ ക്വസ്റ്റ്യനല്ലേ, അള്ളാഹു നമുക്ക് തരട്ടെ. അപ്പൊ ഈ മാസം ഒരു 750 സ്വലാത്ത് ഇനിയുള്ള ദിവസമെങ്കിലും എല്ലാ ദിവസവും ഞാൻ ചൊല്ലുന്നു എന്തൊക്കെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ മുത്തുനബിയോടുള്ള ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചിട്ട് അള്ളാഹു തമ്പുരാന്റെ ബന്ധം റജബിൽ പുതുക്കി മുത്തുനബിയോടുള്ള ബന്ധവും സ്ഥാപിച്ച് കഴിയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കയ്യിൽ വന്നു. ആ 2 പേരോടും നമുക്ക് വലിയ ഇഷ്ടമായി, വല്ലാതെ അങ്ങോട്ട് വഴിപ്പെട്ടു. അല്ലെ, ഖുർആൻ പറഞ്ഞില്ല ഖുർആൻ ചേർത്ത് പറഞ്ഞ കാര്യങ്ങൾ 3 ഉള്ളൂ. അത് പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവിനെയും വഴിപ്പെടണം, മുത്തുനബിയെയും വഴിപ്പെടണം. അല്ലേ? അള്ളാഹു റസൂലിനെ ആരാണോ വഴിപ്പെടുന്നത് അപ്പോഴാണ് അവൻ അള്ളാഹുവിനെ വഴിപ്പെടുന്നവനാകുന്നത്. ഇവിടെയാണ് പലത് പിഴച്ചു പോകാൻ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. അഹ്ലുസുന്നയുടെ യഥാർത്ഥ വക്താക്കളായി അള്ളാഹു നമ്മെ എല്ലാവരെയും വളർത്തട്ടെ. അപ്പൊ നമുക്ക് നല്ലൊരു മനുഷ്യനാകണം. ഈ കഥയിലേക്ക് തിരിച്ചു പോവാം. അപ്പോ 3ാമത്തെ ആളും വന്നിട്ട് ആ കുട്ടികളുടെ ഈ വളരെടുത്ത ചെരുപ്പും തൂക്കി കയ്യിൽ കൊടുത്തിട്ട് ആ യുവാവ് പറഞ്ഞു, ഇനി ദൈവം എനിക്ക് മോചനം തന്നിട്ടുണ്ട്, ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കണം. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, നിങ്ങൾ എന്തായാലും പോകും, നിങ്ങൾ സാധാ ഒരു മനുഷ്യനല്ല, നിങ്ങളൊരു അത്ഭുത മനുഷ്യനാ, അങ്ങനെ ഇങ്ങനെയൊന്നും ആരോടും മിണ്ടില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, ഒറ്റ ഇരിപ്പാണ്, ഒരു കാര്യത്തിനും ഇടപെടില്ല, എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ സുന്ദരമായി ചെയ്യും. നിങ്ങൾ ആരാണ്? അത് മാത്രവുമല്ല, എനിക്കൊരു കാര്യം കൂടി അറിയണം. നിങ്ങൾ എന്റെ കൂടെ വന്ന് താമസിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി, നിങ്ങളുടെ ജീവിതത്തിൽ ആകെ 3 വട്ടമേ ചിരിച്ചിട്ടുള്ളൂ. ആ ചിരിയുടെ കാരണം കൂടി എനിക്ക് പറഞ്ഞു തന്നിട്ട് പോകണമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മറ്റാരുമല്ല, ഞാൻ ദൈവത്തിന്റെ ഒരു മാലാഖയാണ്. ദൈവത്തിന്റെ ഒരു മാലാഖയാണ്. ഞാൻ ദൈവം ഒന്ന് ശിക്ഷിച്ച് ആ ശിക്ഷ കിട്ടിയപ്പോ ആ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിൽ ഞാൻ തുണിയില്ലാതെ എന്നെ വലിച്ചെറിയപ്പെട്ടപ്പോ, നഗ്നമായി വലിച്ചെറിയപ്പെട്ടപ്പോ ആ കോട്ടത്തിൽ ഞാൻ വന്ന് വീണതാണ്. ദൈവം എന്നോട് പറഞ്ഞ് പോയി മനുഷ്യന്റെ അവസ്ഥകൾ പഠിക്കാൻ പറഞ്ഞിട്ട് വിട്ടതാ. അങ്ങനെ ഞാൻ നിങ്ങളെ കൂടെ ഈ വീട്ടിലോട്ട് കടന്നു വരുമ്പോ നിങ്ങളുടെ ഭാര്യ വല്ലാതെ എന്നെ ശകാരിച്ചു, വല്ലാതെ ശകാരിച്ചു. എങ്കിലും വിശന്ന് വരഞ്ഞ് തളർന്നവശനായിരിക്കുന്ന എന്റെ മുഖത്ത് നോക്കിയിട്ട് അവസാനം ഭക്ഷണം സൂപ്പ് വിളമ്പി തരുമ്പോ എനിക്ക് മനസ്സിലായി അവരുടെ മനസ്സിനകത്തുള്ള ദയാവായ്പ്, അതുകൊണ്ട് മാത്രമാണ് ഈ ദുനിയാവിന്റെ മനുഷ്യർ നിലനിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദയയുള്ളവനാവണം. എന്ന് പറഞ്ഞാൽ റമദാൻ വരുമ്പോ നമ്മൾ ദുആ ചെയ്യും. എന്ത് ദുആയാണ്? അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലേ? അതിന്റെ ബദൽ പടച്ചോനെ എനിക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. അങ്ങനെയല്ലേ? അല്ലാഹു നമ്മളോട് കരുണ കാണിക്കാൻ ചോദിക്കുകയാണ്. രണ്ടാമത്തെ ബദലോ അല്ലാഹുമ്മ ഉഫ്ലി ദുനൂബി, എന്റെ പാപങ്ങൾ നീ പൊറുക്കണം അല്ലാഹ്. മൂന്നാമത്തെ ബദലോ അല്ലാഹുമ്മ അഫു അന്നീ, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാഹ്. ഇത് 3 നമ്മൾ അല്ലാഹുവോട് ചോദിക്കും. അങ്ങനെയാണല്ലോ, അല്ലേ? ഞാൻ കടന്നു ചോദിച്ചാൽ എനിക്കൊരു 10,000 രൂപ ആരെങ്കിലും തന്നാലല്ലേ ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ തോന്നുള്ളൂ. അങ്ങനെയാണല്ലോ. അല്ലെ, ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആണല്ലോ, ഒരു ഇടപാടിൻ്റെതായ ഒരു ശുദ്ധത. അപ്പോ എന്താ പറയുന്നത്?
അള്ളാഹുവിനോട് ഇങ്ങനെ നമ്മൾ ചോദിക്കും. പക്ഷേ ഉമ്മാനോട്, പാപ്പാനോട്, ഭാര്യയോട്, അയൽവക്കക്കാരനോട്, കൂട്ടുകാരനോട് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറല്ല അല്ലെ? ഇപ്പോഴും നമ്മൾ പിണക്കത്തില, ഇപ്പോഴും നമ്മൾ അകൽച്ചയില്ല, ഇപ്പോഴും നമ്മൾ പല വൈരാഗ്യത്തിലുമാ. എന്നാലോ നമുക്ക് വേണം എന്ന് അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയും വേണം, അവന്റെ റഹ്മത്തും വേണം, അവന്റെ പൊറുക്കലും വേണം. വഴിയിലൂടെ നടന്നുപോയാൽ അയൽവക്കക്കാരന്റെ മുഖത്ത് നോക്കി ഒന്ന് ഒരു വലിച്ച ചിരിയെങ്കിലും ചിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷെ അള്ളാഹുവിന്റെ ചിരിയും പുഞ്ചിരിയും നമുക്ക് വേണം. ഇത് വിരോധാഭാസമല്ലേ അല്ലേ? അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടൂ. ആരംഭ റസൂലുള്ളാഹി ചോദിച്ചതിനോട് അള്ളാഹുവിനോട് നീ അഫവ ചോദിക്കുന്നുണ്ട്, പക്ഷേ ദുനിയാവിൽ നിന്റെ കീഴിലുള്ളവരോട്, കൂടെയുള്ളവരോട് കരുണ കാണിക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ അള്ളാഹ് പുറത്തു വരിക? അള്ളാഹു അപ്പൊ നമ്മൾ ഇന്ന് ദയയുള്ളവരാകണം. ഒന്നാമത് ആ പെണ്ണിനോട് ദയ കാണിച്ചപ്പോ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി ഞാൻ പുഞ്ചിരിച്ചു. ആദ്യത്തെ പുഞ്ചിരി. രണ്ടാമത് എന്റെ കാണാൻ വന്ന പ്രഭുവാണ്. ആ പ്രഭു എന്നോട് ചെരുപ്പ് നിൽക്കാൻ പറഞ്ഞു. ഇയാൾ ടച്ച് വെച്ചത് എന്താ? ടച്ച് വെച്ചത് ആ കാര്യം ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഷൂ ബൂട്ട് വെക്കാനാ പറഞ്ഞത്. ടച്ച് വെച്ചത് സാധാ മനുഷ്യരുടെ ഒരു ചെരുപ്പാ. അപ്പൊ രാജാവ് പോയി 2 ദിവസം കഴിഞ്ഞപ്പോ അയാൾ വന്ന് ഇവിടുന്ന് പോയപ്പോഴേ രാജാവ് മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വേണ്ടത് കൂട്ടല്ല, രാജാവിന് മരിക്കുമ്പോ ഇടുന്ന ആ നാട്ടിലെ ശീലമാണ് ചെരുപ്പ്, അതാ വേണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചു പോയി. അപ്പൊ ഇയാളെ ഉള്ളറിയുന്ന ചെയ്യേണ്ട കണ്ണിൽ കാണത്തതും കൈവകത്തുള്ളതും കൺകൊണ്ടു കണ്ടാവോൾ കാട്ടി പറഞ്ഞോ. അങ്ങനെയാ ഇയാൾ കറാമത്തെ കൊണ്ട് തിരിച്ചറിഞ്ഞു. അപ്പോ രണ്ടാമത് വന്ന പ്രഭുവിന്റെ കാലിന്റെ അളവെടുക്കുമ്പോ ഇയാളെ പുറകു ഭാഗത്ത് നോക്കിക്കൊണ്ടിരുന്നു. അവസാനം ഈ രാജാവ് ചെരുപ്പ് മര്യാദയ്ക്ക് തച്ചോ അളവെടുക്കുന്നതിന് ഗുണമില്ലെങ്കിൽ തുറവിൽ എടുക്കുന്നവരെ പറഞ്ഞ ആക്രോശിക്കുമ്പോ, ദേഷ്യം വരുമ്പോ അയാളെ മുഖത്തൊക്കെ ചിരിച്ചു. കാരണം എന്താ? അയാൾ പറയാണ്, ഞാൻ അപ്പൊ രാജാവിന്റെ പുറകിലോട്ട് നോക്കിയത് ഈ രാജാവിനെ റൂഹ് പിടിക്കാമെന്ന മാലാഖയാണ് ഞാൻ നോക്കിയത്. കാരണം മാലാഖമാർക്ക് കാണാലോ, റൂഹ് പിടിക്കാമെന്ന മാലാഖയാണ് ഞാൻ നോക്കിയത്. അത് നോക്കുമ്പോ ഇയാൾ ആക്രോശവും ഈ ചാട്ടമൊക്കെ കാണുമ്പോ എന്റെ മനസ്സിലുള്ളത് മനുഷ്യനിങ്ങനെയാണ്. നാളെ എന്താണ്, അവൻ എന്താണ്, ഇന്ന് അവൻ പണമുള്ളവനാ, നാളെ പിണവാ. ഈ രാജാവ് തിരിച്ചറിയുന്നില്ലേ? അപ്പൊ നാളെ മരിക്കേണ്ട, ഇന്ന് തിരിച്ചു പോകുമ്പോ മരിക്കേണ്ടവൻ തൊട്ട് പിന്നെയുള്ള അസ്രായേലിനെ പോലും കാണാതെ അഹങ്കാരത്തോടെ പെരുമാറുന്നവൻ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവർത്തിക്കണമെന്ന് പോലും തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന ആളാണ് ആര്? മനുഷ്യന് എന്നെനിക്ക് ബോധ്യമായി എന്ന് ആ മനുഷ്യൻ പറയുക. എന്നിട്ട് പറയാം, മൂന്നാമത് ഒരു കുട്ടി, 2 കുട്ടി, ഒരു തള്ള 2 കുട്ടികളെയും കൊണ്ടുവന്നു. എന്റെ മക്കളല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് സന്തോഷമായി. എന്നിട്ട് അയാൾ തന്നെ കഥ പറയുവാണ്, ഞാൻ ഭൂമിയിൽ മനുഷ്യരുടെ റൂഹെടുക്കാൻ വരുന്ന ഒരു മാലാഖയായിരുന്നു. എല്ലാവരുടെയും റൂഹെടുത്ത് വരുമ്പോ ഈ കുടുംബത്തിൽ വരുമ്പോ തലേ ദിവസം ഭർത്താവിന്റെ റൂഹ് പിടിച്ചു. പിറ്റേ ദിവസം ദൈവം എന്നോട് കൽപ്പിച്ചു, ആ ഭാര്യയുടെ റൂഹും നീ പിടിക്കണം. ഞാൻ വരുമ്പോ പ്രസവിച്ചിട്ട് 2 ദിവസമായില്ല. ചോര കുഞ്ഞുമായി ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആ മാതാവിനെ ഞാൻ കണ്ട്. എന്നെ കണ്ടപ്പോ താനുകളെ അപേക്ഷിച്ചു, എന്റെ റൂഹ് പിടിക്കും. എനിക്ക് വിഷമമായി, ഞാൻ തിരിച്ചുപോയി. ദൈവം ശബ്ദം ചെയ്തു, ഞാൻ പറയുന്നത് നീ ചെയ്യണം. മലക്കുകൾ പറഞ്ഞാൽ കൽപ്പിച്ചാൽ ചെയ്യും, ഒരു തെറ്റും പടത്തിനോട് ചെയ്യൂല. അങ്ങനെയുള്ള മാലാഖമായി പറയാം, ദൈവം പറഞ്ഞു നിന്നോട് പറഞ്ഞതേ ചെയ്യാൻ പറഞ്ഞുള്ളൂ, നീ പോയി ചെയ്താൽ മതി. അങ്ങനെ ഞാൻ വന്നു, ആ സ്ത്രീയുടെയും റൂഹ് ഞാൻ പിടിച്ചു കഴിയുമ്പോ കുട്ടിയും ആ സ്ത്രീയുടെയും നിലവിളി കണ്ട് ഹൃദയം പൊട്ടി. ഞാൻ തിരിച്ചോട്ട് പാസ് ചെയ്ത് പോകുമ്പോ എന്റെ കയ്യിൽ നിന്നും ആ ആത്മാവ് തെറിച്ചുപോയി. ഞാൻ നഗ്നമായി ഈ കപ്പളയുടെ നടുഭാഗത്തേക്ക് തെറിച്ചു വീണു. ദൈവം പറഞ്ഞു, നീ പോയി മനുഷ്യനെ പഠിച്ചിട്ട് പോ. അപ്പൊ ഈ കുഞ്ഞിന്റെ പിതാവും പോയി മാതാവും പോയി എങ്ങനാ ജീവിക്കാന്നുള്ള ചിന്തയായിട്ടില്ല എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഒന്ന് ബിസിനസ്സിലുള്ളവരാ, സമ്പത്തുള്ളവരാ. നമ്മുടെ സമ്പത്തിൽ നിന്ന് ആ 1 കോടിയിൽ നിന്ന് 2 കോടി കൂടിയാലും ആ പൈസ എനിക്ക് ഉണ്ടല്ലോ എന്നൊരു സമാധാനം മനുഷ്യന് കിട്ടൂല. മറിച്ച്
നാളെ കുറച്ചുകൂടെ ഇങ്ങനെ ഒപ്പിക്കാന്നാണ് പറയാ. 5000 കയ്യിലുള്ള ഒരു സഹോദരി പള്ളിയുടെ ആവശ്യം ചോദിച്ചാൽ പറയും, പടച്ചോനെ നാളെ 1000 തുടങ്ങി കൊടുക്കായിരുന്നു, പള്ളിയിൽ പാപം പൈസ കൊടുക്കില്ല. നാളെ 5000 കൂടെ കിട്ടിയല്ല, 10000 കിട്ടി, അത് ജീവിക്കൊരു കുറിച്ച് വാങ്ങാൻ അതിന് വേറൊരു 1000 കിട്ടും പള്ളി കൊടുക്കാം അല്ലേ. ഇങ്ങനെ ദുനിയാവിന്റെ ആവശ്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോകും, അള്ളാഹുവിനെ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവില്ല. എന്നതുപോലെ ആ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കാണ് മറ്റുള്ളവർക്ക്. ആ സ്ത്രീ അവിടുത്തെ വേലക്കാരിയ, അവളെ 2 മക്കളെയും കൊണ്ടുപോയി പൊന്നെപ്പോലെ ഒരു മാതാവിന്റെ പിതാവിന്റെ ലാളന കൊടുത്തുകൊണ്ട് വളർത്തുമ്പോൾ ഈ മലക്കിന്റെ മനസ്സ് സന്തോഷിച്ചിട്ട് അയാൾ അറിയാതെ പുഞ്ചിരിച്ചു പോവുകയാണ്. ദൈവം കാരുണ്യവാനാണല്ലോ, മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് അവ കൊടുത്തുള്ള കരുണയുടെ അംശമാണല്ലോ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് കരുണയിലാണ്. ഇന്ന് ഇന്ത്യയിലടക്കം ലോകത്തെ കരുണ വറ്റിപ്പോകുന്ന ഒരു ക്രൂരതയുടെ നടുവിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരുണ്യം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. കാരുണ്യം അത് കിട്ടണമെങ്കിൽ ദുനിയാവിന്റെ ഏറ്റവും വലിയ ഭാഗമായ നമ്മുടെ കുടുംബം നമ്മളോടൊപ്പം ഉണ്ടാകണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒറ്റ കഥയോട് ചെറിയ കഥകൾ പറയുന്നത് ഒരു തുർക്കി കഥയാണ്. ഒരു മനുഷ്യൻ എന്ന തൊട്ടടുത്തുള്ള ഒരു ബേക്കറി പോയിട്ട് 5 ബ്രെഡ് വാങ്ങി. 5 ബ്രെഡ് വാങ്ങി തിരിച്ചു. അങ്ങനെ ഒരു ദിവസം തൊട്ടടുത്തുള്ള ഫത്താഹയുടെ ചെറുപ്പക്കാരൻ ചോദിച്ചു, അല്ല ആഹ്ലാദ, നിങ്ങൾ എന്നും കൂടെ 5 ബ്രെഡ് മാറ്റിട്ട് പോണല്ലോ, അതെന്തിനാ എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ്, 1 എനിക്ക് ഭക്ഷിക്കാൻ, 1 എന്റെ കൂടെ ഭാര്യയുണ്ട് അവർക്ക് കൊടുക്കാൻ, 1 ബ്രെഡ് കടം കൊടുക്കാൻ, 1 ബ്രെഡ് എനിക്ക് കടപ്പാടുണ്ട്, കടപ്പാട് തീർക്കാനാണ്. 1 ബ്രെഡ് 4, 5ാമത്തെ ബ്രെഡ് വെറുതെ വലിച്ചെറിയാണ്. ഇയാൾ വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, എന്തായി കാണണം, എന്തായി കേൾക്കണം, എന്താ ഇതിന്റെ അർത്ഥം? അയാൾ പറഞ്ഞു, 5 ബ്രെഡുകളിൽ 1 എന്റെ ജീവിതം, അങ്ങനെ ഞാൻ മുന്നോട്ട് പോണേ. 5 ബ്രെഡിൽ 1 ബ്രെഡ് എനിക്ക് പശിയടക്കാണ്, എന്റെ കൂടെ ഭാര്യയുണ്ട്, 2ാമത്തെ ബ്രെഡ് ഭാര്യയ്ക്ക് കൊടുക്കാനാണ് അല്ലേ. 1 ബ്രെഡ് എന്താ കടം കൊടുക്കാനാണ് അല്ലേ. എനിക്ക് 2 മക്കളുണ്ട്, അവർക്ക് കൊടുക്കാൻ, അവർ കഴിക്കും, ഞാൻ നാളെ അങ്ങേയറ്റം വയസ്സാകുമ്പോൾ അവരെനിക്ക് തരേണ്ടവരാണ്, അപ്പൊ കടം കൊടുക്കുവാണ് അല്ലേ. 4ാമത്തെ ബ്രെഡ് എന്താ പറഞ്ഞ കടപ്പാട് തീർക്കാനാണ്. അത് എന്റെ കൂടെ എന്റെ ഉമ്മ താമസിക്കുന്നുണ്ട്, എന്നെ കൊച്ചിലെ നല്ല സുന്ദരമായി പോറ്റുകളൊക്കെ ഉമ്മയുടെ കടപ്പാട് എനിക്കുണ്ട്, അതുകൊണ്ട് കടപ്പാട് തീർക്കണം. 5ാമത്തെ ബ്രെഡ് വെറുതെ വലിച്ചെറിയാണ്. അതെന്താ സംഭവം? 5ാമത്തെ ബ്രെഡ് എന്റെ കൂടെ എന്റെ ഭാര്യയുടെ ഉമ്മയും കൂടെ ഉണ്ട്. ഭാര്യയുടെ ഉമ്മയും കൊടുത്തപ്പോ ഈ കടപ്പാട് കടന്നല്ലോ. അല്ല, അപ്പൊ അവരും കൂടെ ഉള്ളപ്പോ വെറുതെ വലിച്ചെറിയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുമ്പോ അത് ആഹ്റതയിലേക്ക് വലിയ പുണ്യമായി മാറും. അങ്ങനെ ഇതുപോലെ നമ്മുടെ ജീവിതം ഇന്ന് സജ്ജമാക്കിയാൽ ഈ പരിശുദ്ധമായ റമദാൻ പൊന്നായി മാറും. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. റമദാന സൂഖുൻ അഖാമ സുമ്മൻ ഫളറ ബിഹ ഫീഹി മൻ റബിഹ വഖസറ ഫീഹി മൻ ഖസറ. നമ്മുടെ അടിയൊക്കെ വലിയ ഉത്സവങ്ങൾ വരുമ്പോൾ തണ്ണിമത്തൻ ഇങ്ങനെ കൊണ്ട് മറച്ചിങ്ങനെ കാണാം അല്ലേ. ഒരു ജ്യൂസൊക്കെ കടയിൽ പോയ 10 മണിയോടെ 20-25 രൂപയാണ് അല്ലേ. ആകെ 3 ദിവസത്തെ വേള കാണുള്ളൂ. 1 ലോഡ് 2 ലോഡ് തണ്ണിമത്തനൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ 25 രൂപ അധികം കൊടുത്ത് അവിടെ വാങ്ങാൻ ആൾ വരും. കാരണം എന്താ, അതൊരു കമ്പോളമാണ്. റമദാന സൂഖുൻ അഖാമ സുമ്മൻ ഫള. അവിടെ വരുന്നവരെയൊക്കെ വിളിച്ച് വരും മധുരം കൂടെ തണ്ണിമത്തൻ എന്ന് പറഞ്ഞ് നല്ല തണ്ണിമത്തൻ അത് സുന്ദരമായി ജ്യൂസടിച്ച് കൊടുത്താൽ അവൻ നല്ല ലാഭം കിട്ടും. അവൻ ലാഭിച്ചവൻ ലാഭിച്ചു. ഇനി തണ്ണിമത്തൻ ഇറക്കിയിട്ട് ഒരു കോയക്കാരനെ പോയി ജ്യൂസടിക്കാൻ ഏൽപ്പിച്ച് അവനാണെങ്കിൽ ഉറങ്ങി ആരെങ്കിലും ചോദിച്ചാൽ വെള്ളം കൊടുക്കും. ഒരു വയർന്ന വട്ടാണെങ്കിൽ തണ്ണിമത്തൻ അവിടെ കിടക്കും, കമ്പോളം തീരും. നഷ്ടപ്പെട്ടവൻ നഷ്ടപ്പെട്ടു, ലാഭിച്ചവൻ ലാഭിച്ചു. അല്ലാഹു മനസ്സിലാക്കാൻ വരട്ടെ. റമദാനിന്റെ 1ാമത്തെ ദിവസം അല്ലാഹു തആല 1,00,000 പേർക്ക് നരകമോചനം കൊടുക്കുന്ന രാത്രിയാണ്.
അത് നമ്മളെ പേര് അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഉൾപ്പെടുത്തണമെങ്കിൽ നോക്കട്ടെ പോരാ. പിന്നെ റമദാനെ കാത്തിരുന്ന് ഇന്ന് നമ്മൾ പറഞ്ഞ ആ മലക്കിന്റെ ദയയും കരുണയും 5 ബ്രെഡൊക്കെ വാങ്ങി വലിച്ചെറിയാനും കടം കൊടുക്കാനും ഒക്കെ നമ്മൾ തയ്യാറായി ഒരു രൂപയെങ്കിലും ഇൻഷാ അല്ലാഹ് ശൈതാനിന്റെ രാത്രിയിൽ നമ്മുടെ ഉമ്മ നമ്മളെ വീട്ടില, നമ്മളെ ഭാര്യ നമ്മളെ വീട്ടില, ഒരു രൂപയെങ്കിലും അവർക്ക് നമ്മൾ കൊടുക്കണം. ഒരു വഴക്കത്തായി ഇൻഷാ അല്ലാഹ് കൊടുക്കുമോ? ഞങ്ങൾ പറഞ്ഞ എന്തായാലും 1 രൂപ കൊടുത്തതാണ്, 100 കൂടി കിട്ടാലോ ഇത് തീരുമാനിക്കേണ്ടോ? അല്ല, അത് വഴക്കത്താണ്, അത് സന്തോഷമാണ്, അത് കൊടുക്കണം. സർവേ കൊടുക്കും. നമ്മളെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് വയസ്സന്മാര് കാണുന്നു, കൂടെ ഭാര്യ ഇപ്പോഴും ഉള്ളത് കഴിക്കുകയും നമുക്ക് അദ്വാരങ്ങളാണ്. ഒരാളെ ഉള്ള അതിന് മനസ്സിലായി നല്ല മനസ്സിലായി. അതാണ് സന്തോഷം ചെയ്യുക. ഇല്ല, ഭാര്യമാരൊക്കെ ഉണ്ട്. അന്ന് കൊടുത്ത ഒരു ചുമ്മാ ഇപ്പോഴും കൊടുക്കാൻ പറയുമ്പോൾ എത്ര നാളായി ചുമ്മന ഭാര്യ മുത്തിനൊക്കെയാണ് ഇഷ്ടമാണ്. കുടുംബം, ആ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ കുടുംബത്തെ സ്നേഹിക്കാതെ പള്ളിയിൽ പോയി കുടിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് അവരുണ്ടാക്കിയിട്ട് വെട്ടിക്കിടിക്കിട്ട് അവരെ തെളിയുമ്പോൾ ചേർക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അവരെ ആദ്യം മണ്ണക്കരയും നാട്ടിലും പള്ളി കമ്മിറ്റിയിലും പള്ളിയിലും പഞ്ചായത്തിലും മാന്യനാണ്. പക്ഷേ വീട്ടിലെ പെണ്ണിനോട് മാന്യത കാണിച്ചില്ലെങ്കിൽ അവൻ മാന്യനല്ലെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ റമദാൻ കിട്ടാൻ ആദ്യം വേണ്ടത് ഇൻഷാ അല്ലാഹ് ഇന്ന് പോയി കെട്ടിപ്പിടിച്ച് ചുമലം കൊടുക്കണം. അതിൽ കുളിഞ്ഞൊക്കെ വരാൻ പറയണം. കാരണം ശീലമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് ചിലപ്പോൾ ഓർമ്മ നിൽക്കുന്നുണ്ടാവില്ല. അത് ശ്രദ്ധിച്ചോളൂ. ഏതായിരുന്നാലും ഞാൻ ചുരുക്കമാണ്, നമ്മുടെ ഈ ദിവസം അള്ളാഹു വലിയ ലാഭമുള്ള ദിവസമാക്കട്ടെ. ഒന്നുകൂടി പറയാം, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വരുന്ന ക്യാൻസർ അടക്കം ഒരുപാട് പേര് ഇവിടെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ഒരു അംഗമടക്കം, നമ്മൾ കൂടെ പറ്റുപോലെ സ്നേഹിക്കുന്നവരടക്കം ഒരുപാട് അറ്റാക്ക് രോഗികൾ, ഓപ്പറേഷൻ കഴിഞ്ഞവരും ഇല്ലാത്തവരും, അതുപോലെ ക്യാൻസർ വന്നവർ, ഒരുപാട് രോഗങ്ങൾ, ബിസിനസ്സുകാർ, ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒരുപാട് പേര് തന്നിട്ടുണ്ട്. കുറച്ചേ ഇതിലുള്ളൂ, ബാക്കിയെല്ലാം വ്യക്തിപരമായി മറ്റുമൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരുടെ ആവശ്യങ്ങളും നിറവേറ്റണേ. അള്ളാഹ് റസൂൽ പഠിപ്പിച്ചത് ദിക്ർ, അത് ശരിയായി 99 ലോകം, 100ാമത്തെ ലോകം മരണമാണെന്ന് മഹാന്മാർ പറയാം. ദുനിയാവിലെ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണ്. അതൊരു ദിക്റാണ്. അള്ളാഹ് റസൂൽ ആ ദിക്റിനെ കുറിച്ച് പറഞ്ഞത് എന്നാണ്. സ്വർഗത്തിന്റെ നിധി കൂമ്പാരങ്ങളിലെ ഒരു നിധിയാണെന്ന് ആരംഭ റസൂലുള്ളാഹി. ഈ കേരളത്തിൽ ഈ തൊട്ടടുത്ത് മരണപ്പെട്ട മഹാനായ ചേലക്കുളം അബുൽ ബുശ്ര ഉസ്താദ് അവர்கள் ഈ അടുത്ത് മരണപ്പെടുമ്പോൾ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചെടുത്തിട്ട് പറയാൻ മോനെ ബുറുദ ഉടനായി ബുറുദ ആരംഭിച്ചു. ബുറുദ പകുതിയാൻ പറയാം, ഇനി നിങ്ങൾ കുറച്ചു നേരം വെളിയിൽ പോയിരുന്നു ആളിൽ പോയിരുന്ന് ബുറുദ വെക്കണം. അങ്ങനെ ചെയ്യും. പെൺമക്കളെയൊക്കെ അടുത്ത് വിളിച്ചു മക്കളോടെല്ലാം ഉപദേശം കൊടുത്തു. എല്ലാം കഴിയുമ്പോൾ പെട്ടെന്ന് അത്ഭുതത്തോടെ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്ന് പറയുന്ന അറബിയിൽ ആ പദം ഉപയോഗിക്കുന്ന എക്സ്ക്ലമേഷൻ ആശ്ചര്യം വരുമ്പോൾ പറയുന്ന വാക്കാണ് മാഷാ അല്ലാഹ് എന്നുള്ളത്. അപ്പൊ മാഷാ അല്ലാഹ് നിലവിളിച്ചുകൊണ്ട് ഉറക്കെ 3 വട്ടം പറയാം. ഇത് പറയുമ്പോ വെളിയിൽ ബുർദ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ്മാരെല്ലാം പെട്ടെന്ന് റൂമിലോട്ട് കയറുന്നു. പെൺമക്കളെല്ലാം പുറത്തോട്ടിറങ്ങി ഓടുന്നു. ഉസ്താദ് ഉടനെ 3 വട്ടം മാഷാ അല്ലാഹ് എന്ന് ഉറക്കെ നിലവിളിച്ചിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം 3 വട്ടം ഉറക്കെ ലാ ഹൗല പറഞ്ഞു. 3 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പുഞ്ചിരിയോടെ പറഞ്ഞു. കണ്ണടഞ്ഞു. എന്താ അത് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പതിവാക്കിയ ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നിങ്ങൾ പതിവാക്കിയിരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു മാസമുള്ള ദിക്റിന്റെ കൂട്ടത്തിൽ ഇതുമായി കൊണ്ടേ ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു ദിക്ർ ഇജാസത്തോടെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. എന്താ ഷാഹുടെ ഉണ്ടല്ലോ പുള്ളി ചേർന്നിരിക്കാൻ മണ്ണിൽ പഠിച്ചിട്ട് വാങ്ങിക്കുള്ള ദീർഘേശ്വരൻ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പോയാ ചോറൊന്നും പോയാ ആ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചു
അപ്പോ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒറ്റയ്ക്കാണെങ്കിൽ 33 വട്ടം ചൊല്ലിയാൽ മതി. എവിടെയാണെങ്കിൽ 100 വട്ടം ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് എപ്പോഴും ചെയ്യുന്നത് മനുഷ്യനാണ്. അതുകൊണ്ട് എന്ത് പറ്റി? അവസാന നിമിഷത്തിൽ മാഷാ അല്ലാഹ് ആശ്ചര്യത്തോടെ നിലവിളിച്ച് തൊട്ടടുത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. എന്നെ വലിയ ഇഷ്ടമുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളറിയാവുന്നതുകൊണ്ട് ഞാൻ അതിന്റെ വ്യാഖ്യാനം കണ്ടെത്തി. ഇങ്ങനെ പറയും, മാഷാ അല്ലാഹ് എന്നുള്ള ആ ഒരു ആശ്ചര്യത്തോടെ വിളിക്കുന്ന എന്താണ്? മരിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല കാട്ടിക്കൊടുക്കുന്ന സ്വർഗ്ഗം, ആ സ്വർഗ്ഗത്തിന്റെ ലാ ഹൗല കൻസാന നിധിയാണെന്ന് ആരംഭ റസൂൽ പറഞ്ഞ വെട്ടിത്തിളങ്ങുന്ന നിധി ആ പ്രിയപ്പെട്ട ഉസ്താദുകൾ കണ്ടിട്ട് അതിന്റെ അലങ്കാരം കണ്ട് സഹിക്കുകയാണ്, നിലവിളിച്ചതാകാം മാഷാ അല്ലാഹ്. അല്ലെങ്കിൽ പിന്നെ മരിക്കാൻ പോണവരായിരുന്നു ആശ്ചര്യപ്പെടണേ. ആ ആശ്ചര്യം കണ്ടിട്ട് രണ്ടാമത് ആ നിധിയിൽ എഴുതിയത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലുള്ള നിധികൾ വായിക്കണ പോലെ നിധി കുമ്പാരങ്ങൾ അല്ലാഹു തആല കുറിച്ച് വെച്ച ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം 3 വട്ടം നോക്കി വായിച്ചതാണ്. എന്നിട്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ നമുക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ശരീരത്തിലാകണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. പരിശുദ്ധമായ റമദാനിൽ രാവും പകലും അത് കൂടുതൽ 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 ചൊല്ലി അല്ലാഹു തആലയോട് അടുക്കാൻ മശായിഖന്മാർ, നമ്മുടെ ഓരത്തുള്ള ഈ ഉപ്പാടക്കമുള്ള മശായിഖന്മാരുടെ ആത്മീയ ഭക്ഷണമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മുടെ ഔലിയാക്കന്മാരൊന്നും ഭക്ഷണം കഴിക്കാറില്ല. സ്വാമിമാര് വലിയ പൂജ ചെയ്യുന്ന, തപസ് ചെയ്യുന്ന, കൊടുങ്കാടുകളിൽ തപസ് ചെയ്യുന്ന വലിയ സ്വാമിമാരുണ്ട്. അവർ ഭക്ഷണം കഴിക്കാറില്ല. രണ്ടുപേർക്കും ഉള്ളത് കറാമത്താണ്, അല്ലേ? പക്ഷെ ഒരാൾക്കുള്ള ദുന്യവിയായ കറാമത്താണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ചില ഇലകളുണ്ട്, അത് കഴിച്ചാൽ വിശക്കില്ല. സ്വാമിമാരെല്ലാം അങ്ങനെയുള്ള സംഗതി ഉപയോഗിക്കുന്നുണ്ട്. ദാഹിക്കാതെ ഒരു ഗുണമാണ് ഒരു കായുണ്ട്, അതിന്റെ വെട്ടിക്കൊടുത്തിട്ട് അതിന്റെ ചട്ടിയിലെ വെള്ളം കുടിക്കാൻ ദാഹിക്കില്ല. എന്നാൽ അള്ളാഹുവിന്റെ ആരോഗ്യങ്ങൾക്ക് വിശപ്പിനെ അള്ളാഹു തട്ടിമാറ്റുന്നത് യാ സമദ് യാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇത് രണ്ടും ശരീരത്തിൽ അരഞ്ഞാൽ പിന്നെ ദാഹമേ ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ദാഹമില്ലാതെ ആത്മീയ ദാഹമുള്ള യഥാർത്ഥ മുത്തഖിനെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഗൾഫിൽ പോകുന്നതിന് വേണ്ടി, ഗൾഫിൽ സന്തോഷമായി കഴിയുന്നതിന് വേണ്ടി, FMG പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ട് കുടുംബത്തിനും ഭാര്യയ്ക്കും ആരോഗ്യ സൗഖ്യമുണ്ടാകാൻ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ഒരുപാട് അരിയും ആടും ഒക്കെ കൊടുത്തവർക്കുണ്ട്. അതുപോലെ തന്നെ ലോണിരിക്കുന്ന വസ്തു അത് എത്രയും പെട്ടെന്ന് പരിചയമാണെന്ന് പ്രത്യേകിച്ചുകൊണ്ടാവാം. അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. അതിൽ രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിക്കുന്നവർ, അതുപോലെ തന്നെ ദിലീപ് എന്ന് പറയുന്ന സഹോദര ഡയാലിസ് ചെയ്യാൻ അസുഖം അള്ളാഹു എളുപ്പം ശരിയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സുഖമില്ലാതെ കിടക്കുന്ന പലർക്കും വേണ്ടിയിട്ട് വസിയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അമീർ ഓപ്പറേഷൻ കഴിഞ്ഞു എത്രയും പെട്ടെന്ന് വലിയ വേദനയിൽ നിന്നവരാണ് എത്രയും പെട്ടെന്ന് ശരിയാകാനും സൂക്കി കിട്ടാനും വേണ്ടി വസിയിട്ടുണ്ട്. അതുപോലെ LICയിൽ കിടക്കുന്ന ഒരു കുട്ടി പ്രസവം കഴിഞ്ഞു, മക്കൾക്ക് LICയിലാണ്. അള്ളാഹു അവർക്ക് താമായ ശമനവും കൊടുക്കട്ടെ, ആദ്യക്കായുസ് കൊടുക്കട്ടെ. അതുപോലെ അറ്റാക്ക് വന്നാൽ ഷിനാലിന്റെ സഹോദരൻ +2 പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റു കുട്ടികൾ, അതുപോലെ പരീക്ഷ എഴുതുന്ന, ജീവിതത്തിൻ്റെ വിദേശം കുടിക്കുന്ന, വിദേശം പോകാൻ ആശിക്കുന്ന, ജീവിതത്തിലൊരു വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന, ഈ കുടുംബത്തിൻ്റെ കൂടപ്പുറപ്പ് പോലെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, അതുപോലെ എൻ്റെ കൂടപ്പുറപ്പോൾ സ്നേഹമുള്ള ഷാഹു സാഹിബടക്കം, നമ്മുടെ ഖാലിദ് സാഹിബടക്കം, അതുപോലെ സുഖമില്ലാത്ത നമ്മുടെ നബീലിൻ്റെ പിതാവ്, അതുപോലെ സുഖമില്ലാതെ വേദന വന്നല്ലോ കർഷകർക്ക് വിളിച്ചത് ഇങ്ങനെ വേറെ വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള സഹോദരന്മാർ ശരീരടക്കമുള്ള കൂട്ടത്തിലുള്ള ഈ കൊലയിലുള്ള എല്ലാ ആണും പെണ്ണും കൂടപ്പുറപ്പ് പോലെ ഇഷ്ടമുള്ളവർ അല്ലാഹു എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. ഇന്ന് ഈ ദുആയിൽ ഒരുപാട് വിഷമങ്ങളോടെ, പ്രയാസങ്ങളോടെ, ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും വിഷമങ്ങളും ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ ഇരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, പരിസരവാസികൾ, അല്ലാഹു നമുക്ക് എല്ലാ മനസ്സിലുള്ള ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെയും അല്ലാഹു തആല പൂർണ്ണയിച്ച് പെരുമാറാകട്ടെ. വറകത്ത് റസൂലുള്ളാഹി വെള്ളം വെള്ളം
ഉറക്കാമി പറയും. ഒന്ന് എന്റെ കൂടെ ചെയ്യാതിട്ട് നമുക്ക് പരിപാടിയായിരുന്നു. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത വലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം. ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഉമ്മമാരെ ജീവിച്ചിരിക്കുന്നവർ ഇനി എന്ത് പ്രശ്നമില്ലെങ്കിൽ ഇന്ന് തന്നെ അമ്മമാരോട് ഒരിക്കൽ ചോദിക്കും. ഇനി ആ കണ്ണ് കലങ്ങൂല കലങ്ങിക്കൂലാതെ തീരുമാനിക്കണം അള്ളാഹു പറയുന്നത്. കാരണം ദുനിയാവിലെ ഏത് പിണക്കങ്ങളും അള്ളാഹു തൗബ ചെയ്യാം. പക്ഷേ മാതാപിതാക്കളോടും അമ്പിയാക്കളോടുമുള്ള പിണക്കം അള്ളാഹു ഒരു കാറ്റഗറിയിലാണ്. ആ നിമിഷം മുതൽ അവൻ്റെ സുന്നത്തും ഫർളുമായ ഒരു അമലും നമ്മൾ സ്വീകരിക്കില്ല. അള്ളാഹു ചെയ്യാനും സ്വീകരിക്കില്ല. മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ പക്ഷെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവാൻ നമ്മൾ ഇപ്പോൾ അവർ ഖബറിലാണെങ്കിൽ അവർക്ക് ഇന്നു മുതൽ ഈ ചെല്ലുന്ന ദിക്റ് ഹദിയായി അവർക്ക് മഹഫറത്ത് വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. ഈ പരിസരത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ പിതാവും മാതാവും ഉണ്ട്. അള്ളാഹു ഈ ചെറിയ ദിക്റുകളൊക്കെ അവരുടെ ഹറാത്തിൽ എത്തിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരെ സർവ്വന്റെ ഹറാത്തിൽ എത്തിക്കട്ടെ. ഈ ഓരത്തൊക്കെയുള്ള എല്ലാ പ്രിയപ്പെട്ട ഉപ്പാവന്മാരാണ് അല്ലാഹു വാഫക്കത്തിനടക്കം കൊച്ചിനോടൊപ്പടക്കം മുഴുവന്മാരുടെ വാഫക്കത്തിനടക്കം രണ്ടാമത്തനടക്കം അള്ളാഹു അവരുടെയൊക്കെ ഹറാത്തിൽ എത്തിച്ചു. അവരുടെയൊക്കെ നവറും നസറും ഈ സദസ്സിൽ അള്ളാഹു നമുക്ക് തരട്ടെ. ഈ മഹോനൊക്കെ അള്ളാഹു അത് എത്തിക്കൊടുക്കുമാറാകട്ടെ. പറഞ്ഞാലും പറഞ്ഞില്ലേലും ആ മനസ്സൊക്കെ ഞങ്ങൾ എല്ലാ ഉദ്ദേശം മനസ്സിൽ കരുതി അള്ളാഹു സ്വീകരിക്കും. ഇല്ലാത്തവരുടെ റമദാൻ ഇന്നു മുതൽ ഞാൻ ഇഷ്ടപ്പെടും. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ദിവസം ചെയ്യും എന്നൊരു നീക്കത്തിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ارزقنا بما قرأناه من القرآن العظيم وما صليناه وما ذكرناه وما حللناه وما استطعناه. هذه هدية وأصلا ورحمة نازلة وبركة شاملة مقبولة مرضية بعد القبول منا إلى حضرة سيدنا وحبيبنا المصطفى محمد وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أولاد رسول الله أجمعين وإلى حضرة سيدنا الشهيد حسين رضي الله عنه وحسن رضي الله عنهما وإلى حضرة سيدنا حمزة عباس رضي الله عنهما وإلى حضرات أهل البدر كلهم أجمعين وإلى حضرات أهل البدر كلهم أجمعين وإلى حضرات أصحاب حال رسول الله أجمعين وإلى حضرات أرباب رسول الله أجمعين وإلى حضرات عترة النبي المصطفى محمد وإلى حضرات مشايخنا ومشايخ سلسلتنا ومشايخ سلسلتنا ومشايخ سلسلة القادرية والرفاعية والنقشبندية والزهروردية وسائر الطرقات المرضية
المؤمنين في هذه القرية يا الله وإلى حضرة ملك الله دفن في هذه البقعة الشريفة وإلى حضرة من دفن بجباله يا الله وإلى حضرات من ماتوا منا ومن آبائنا ومن أمهاتنا ومن أجدادنا ومن جداتنا ومن أعمامنا ومن عماتنا ومن أخوالنا ومن خالاتنا ومن سائر أقاربنا يا الله اللهم إلى حضرات جميع المؤمنين والمؤمنات اللهم اغفر لهم يا الله اللهم ارحمهم يا رحيم المساكين اللهم ارفع درجاتهم عندك يا الله اللهم ارفع درجاتهم عندك يا الله اللهم بهم وبحقهم يسر عسيرنا وسهل امورنا واشف امراضنا وعسر مرادنا وبلغ مقاصدنا كلها يا الله اللهم اجعلنا واجعل جميع احوالنا تحت نصرهم يا الله تحت نصر هذا الولي الكريم تحت نصرهم يا الله تحت نصر هذا الولي الكريم تحت تربيتهم يا ذا الجلال والاكرام اللهم كن لنا ولا تكن علينا اللهم انصرنا ولا تنصر علينا اللهم انصر لنا ولا تنصر علينا اللهم اهدنا ويسر الهدى الينا اللهم انصرنا على غير الناصرين اللهم انصرنا على اعدائنا يا الله اللهم انصرنا على من بغى علينا يا الله اللهم انصرنا يا الله اللهم اجعل لك ذكارا لك شكارا لك رحاما لك بدعاء اليك مخبتا اللهم منيبا اليك مخبتا اللهم منيبا اللهم احفظنا بالاسلام قائما اللهم احفظنا بالاسلام قاعدا اللهم احفظنا بالاسلام راقدا ولا تشرك بي عدوا ولا حاسدا اللهم اقسم لنا من خشيتك ما تحول بيننا وبين معاصيك ومن طاعتك ما تبلغنا بها جنتك ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا باسمائنا وابصارنا وقواتنا واجعله الوارث منا واجعل ثارنا على من ظلمنا وانصرنا على من عادانا اللهم انصرنا على من عادانا اللهم لا تجعل مصيبتنا في ديننا ودنيانا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ألا تسلط علينا من لا يخافك ولا يرحمنا وكف أيدي الكافرين والمنافقين والظالمين والحاسدين والنمامين والمغتابين والسياسيين والمبتدعين عنا يا خفي الأبصار نجنا من شرور كلهم يا الله ورحمنا لنا سيئا والكل جبارا خالق الملوك يا الله قد ربنا رسولك يا الله قولك يا ولي يا الله الله بين الذي سبحانه وتعالى ذكرنا يا الله തങ്ങളുടെ ആദികീയങ്ങളുടെ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിത്യങ്ങളുടെ മായാലോകത്തോട് സഞ്ചരിച്ചവരാണല്ല, നിത്യങ്ങളുടെ ചൂടും തിരിച്ചറിഞ്ഞവരാണല്ല, ശീതവും ഉഷ്ണവും തിരിച്ചറിഞ്ഞവരാണല്ല. നിത്യകളിലൂടെ അല്ലാഹുവേ മധുരമന്ത്രങ്ങളിലൂടെ അല്ലാഹുവേ നിന്റെ അനുഗ്രഹീതമായ പ്രാവ് പിടിച്ചുകൊണ്ടാണ് തിരിച്ചവരുടെ ഓരോ ഈ ഔലിയായിന്റെ നറുനസ്റും നിങ്ങൾക്ക് തരണം റഹ്മാൻ. അല്ലാഹുവേ കൊല്ലവന്ന പോലത്തെ ഒരുപാട് അരുവികൾ സദാദികൾ അന്തിയുറങ്ങുന്ന ലോകമാണല്ലാ.
പടച്ചവനെ രോഗത്തിൽ നോക്കിയവരെ ഇടപെടൽ പടച്ചവരാകെ നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇടപെടലുകളിലും ഇടപാടുകളിലും ഒക്കെ നീ നൽകണം അവരുള്ളവരിൽ ഉൾപ്പെടുത്തണേ അവരുടെ ദൗർവികത്തിൽ ലഭിക്കണവരിൽ ഉൾപ്പെടുത്തണേ പടച്ചറപ്പേ പരിശുദ്ധമാണ് വനവിലും പരിശുദ്ധമാണ് ചുടപാട് നിങ്ങൾക്ക് വലിയ മറക്കത്ത് നൽകണം പരിശുദ്ധമാണ് റമദാനെന്ന മോമിനിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഒരുപാട് കൊതിക്കാനും ആശിക്കാനും കുറിച്ച് കാത്തിരിക്കാനും ഭാഗ്യം തരണം ആദ്യത്തെ രാവിലെ കടന്നു വരുമ്പോ ആദ്യത്തെ രാവിലെ തന്നെ നേരനോട് കിട്ടനോട് ഞങ്ങൾ ഉൾപ്പെടുത്തണമല്ല പരിശുദ്ധമാണ് റജബിലും പരിശുദ്ധമാണ് ശഅബാനും അല്ലാഹുവേ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയി ഇവിടെ പറഞ്ഞു പോയി എത്രയോ ആരിഫീങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ഹറാത്തുകളിലേക്ക് ഞങ്ങൾ ഈ ഹദീഖത്തിലുള്ള അവരെ നൽകുന്ന സ്വർണ്ണങ്ങൾക്ക് തരണം തമ്പുരാൻ പരിശുദ്ധമായ റമദാനിൽ മരണപ്പെട്ട സർവ്വ ഹറാത്തുകൾ എത്തിക്കണമല്ലോ അവിടെ ഞങ്ങൾക്ക് തരണമല്ലോ അവരെ കബൂലിലേക്ക് തരണമല്ലോ അവരെ പൊരുത്തങ്ങൾക്ക് തരണേ അല്ലാഹുവേ ഇത് സഹസാണ് നിന്റെ അനീതികൾ ആദരിക്കുവാൻ അല്ലാഹുവേ കുറച്ചു സമയമെങ്കിലും അറിയാനുള്ള മനസ്സുള്ള ഒരു സഹസാണ് പൂർണ്ണമായി ഇവിടെ ഉയർന്നുപോയ അറബിന്റെ ഹർഫ സർവ്വതും നീ സ്വീകരിക്കണം ആശിക്കുന്നത് വാങ്ങിയ എന്റെ ഒട്ടുനോക്കുന്നത് വാങ്ങിയ എന്നെ കൂടെ സന്തോഷിക്കുന്നത് വാങ്ങിയ അത്ഭുതങ്ങൾ കൊണ്ട് എന്നെ ഉള്ളും പുറത്തും എന്തെല്ലാം ചെറുതും രോഗങ്ങളാ വിഷമങ്ങളാ പ്രയാസങ്ങളാ പ്രതിസന്ധികളാ ബുദ്ധിമുട്ടുകളാ ഒക്കെയും മാറ്റി തരണമല്ല ഓരോ മനസ്സിലും എന്തെല്ലാം വിഷമങ്ങളാ അറിയണോ നീയാണല്ലോ പ്രയാസങ്ങളാണ് അറിയണോ നീയാണല്ലോ താമാണ് പരിഹാരങ്ങളോ ചെറുതുകളുമായ ചെറുതുപോലെ ഒഴിച്ചുപോലെ മുട്ടുവേദന പോലെ ഉദരവേദന പോലെ അല്ലാഹുവേ ഹാർട്ടിനുള്ള സംബന്ധമാണ് രോഗങ്ങളോ സിഫിലിസ് പോലെ ക്യാൻസർ പോലെ ടൈഫോയിഡ് പോലെ പോലെ അല്ലാഹുവേ ആരെല്ലാം ഏതെല്ലാം ഇടങ്ങളിലാണ് ആരെല്ലാം ഞങ്ങളോട് വസിയത്ത് ചെയ്യുന്നവരാണ് എല്ലാവരോടും സമയം കൊടുക്കുകയല്ല സമയം കൊടുക്കുകയല്ല സമയം കൊടുക്കുകയല്ല ഈ സൽപുരത്തിന്റെ സഹസാക്കുന്നതല്ല ആര് കൊടുത്തവരുടെ അരി കൊടുത്തവരുടെ എല്ലാം അഭിവൃദ്ധി കൊടുക്കുകയല്ല അവരുടെ എല്ലാ ബിസിനസ്സുകളും വലിയ അഭിവൃദ്ധിയിലാക്കുകയല്ല എല്ലാ പറ്റില്ലാത്തവരെയല്ല കഷ്ടത്തില്ലാത്തവരല്ല ഓരോരുത്തരുടെയും ദുനിയാവിന്റെ വരുമാനമാകുന്നത് തന്നവര് നീയാണ് ആ മുതലും നിന്റെതാണല്ലോ നീ അത് സംരക്ഷിക്കണേ ഞങ്ങളെ തരുന്ന അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിന് ശ്രദ്ധിക്കലല്ല ഒരാളെ സമീപപ്പെടുത്തുകയല്ല ഒരാളെ കുടുംബപ്പെടുത്തുകയല്ല ഒരു സാഹചര്യത്തിന്റെ സിറുമേൽപ്പിക്കലാവോ ഒരു സാഹചര്യത്തിന്റെ സിറുമേൽപ്പിക്കലല്ല ഒരു സാഹചര്യത്തിന്റെ സിറുമേൽപ്പിക്കലല്ല ഒരു ഹാസത്തിന്റെ ഹസനമേൽപ്പിക്കലല്ല ഒരു ആയുധിന്റെ അയിമേൽപ്പിക്കലല്ല അയിനായാലും സിറുമായാലും അസുഖായാലും അല്ലാഹുവേ ഞങ്ങളെ വിളിച്ചു നിന്റെ ഔലിയാക്കളെയാ ഞങ്ങൾ ഇടപെടാൻ കൊടുത്തവരെയാണ് അമ്മാനാക്കിയവരെയാ ആ പറകത്ത് കൊണ്ടവരെ ഇടപെടൽ കൊണ്ടവരെ ഇടപെടലിന്റെ പറകത്ത് കൊണ്ട് ഔലിയത്ത് കൊണ്ട് അത്ഭുതമാണ് വാക്കുലാത്ത് തരണമല്ലോ എല്ലാ ഇടനീരുകളും വാക്കുലാക്കി തരണമല്ലോ സാഹുവിന്റെ ഈ നാടിന്റെ അമരക്കാർ അല്ലാഹുവേ കുടുംബത്തിന്റെ അമരക്കാർ വലിയ പറകത്ത് പ്രദാനം ചെയ്യണമല്ലോ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണമല്ലോ ഒരുപാട് സുഖമില്ലാതെ ഓടുന്ന പൊന്നോനാ അനുഗ്രഹത്തിന്റെ കവാടം അവിടത്തേക്ക് ഓടുന്ന പുന്നാരമക്കളുണ്ടല്ലോ പടച്ചവനെ പേര് പറഞ്ഞാലെല്ലാം പറയുള്ളൂ അവിടുത്തെ അനുജന്മാരായ അനുജത്തിമാരായ അവിടെ പൊന്നുമക്കളായി ഇവിടെയുള്ള എല്ലാവരും എന്റെ ഹൃദയത്തിന്റെ പൊന്നോമനകളാ എല്ലാവരുടെ രോഗങ്ങളും ശുഭരാക്കുകയുള്ള കുട്ടികളും മാറ്റുകയുള്ള പ്രയാസങ്ങളും ഉള്ളപ്പെടുകയുള്ള ശാരീരിക മാനസിക പ്രയാസങ്ങളും മാറ്റുകയുള്ള
വീടുകളിലുള്ള കൂട്ടുകാർക്ക് വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ജോലിയിൽ കയറാത്തവർക്ക് ധൈര്യം നൽകണേ അല്ലാഹ്. എതിർപ്പെടുകണേ അല്ലാഹ്. നിങ്ങൾ ഈ നാടെല്ലാം വിദേശത്തുള്ള പ്രവാസത്തിലോ അവർക്കെല്ലാം വലിയ ബർക്കത്തും അനുഭവിച്ചു ചെയ്യണേ അല്ലാഹ്. ഈ നാട്ടിലുള്ളവരുടെ നല്ല ആളുകൾ തുറന്നു കൊടുക്കണം അല്ലാഹ്. ഏതാണ് കഴിഞ്ഞുകൊണ്ട് ബർക്കത്തുള്ള ഈ പ്രവാസ കുടുംബ ജീവിതം നൽകണേ അല്ലാഹ്. ഒരു വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ അല്ലാഹുവേ യോജ്യമായ ഇമ്പമാണ് കുടുംബ ജീവിതങ്ങളോ അവർക്ക് നസീബാക്കി നൽകണേ അല്ലാഹ്. ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയി ഇവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന സലാമയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് മഹഫറത്തും ഞങ്ങൾക്കുള്ള സന്തോഷത്തിലാകണേ അല്ലാഹ്. ഇവിടെ ഇന്നെങ്കിലും ഞങ്ങളോട് തമാശ പഠിപ്പിക്കുന്നവരാണ് അല്ലാഹുവേ. വിശാലമുള്ള പവറാക്കണേ റഹ്മാൻ. ഈ ഭാഗത്തായി എത്രയോ സഹോദരിമാര് സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട് റബ്ബേ. അനുയോജ്യമായ ഹൈറമായ ജീവിതത്തിൽ സന്തോഷം കിട്ടുക നല്ല ബന്ധങ്ങളാക്കി നൽകണേ അല്ലാഹ്. ഈ കുടുംബത്തിന്റെ മക്കളെ നല്ലവരാക്കണേ അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന ദുആക്ക് വേണ്ടി ഓടി വന്ന ഓരോരുത്തരും ഓരോ വിഷമങ്ങളോട് കാത്തിരിക്കണവരാ വിഷമങ്ങൾ അറിയണോട് പരിഹരിച്ചു നൽകണേ അല്ലാഹ്. എന്തെല്ലാം സ്വപ്നങ്ങളാണ് ഓരോ മനസ്സിലും ഉള്ളത് അല്ലാഹുവേ. പരീക്ഷയിൽ വിജയിക്കാറുള്ളവരുടെ തമ്പുരാൻ എല്ലാവർക്കും കാണാൻ വിജയം നൽകണേ അല്ലാഹ്. ദൈവത്തിലൂടെ ദുആക്കിലേക്ക് കാത്തിരിക്കണേ എത്രയോ പേരുണ്ട് റഹ്മാൻ. എത്രയോ റഹ്മാൻ സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരും റഹ്മാനോട് ആശ്രയിക്കണേ അല്ലാഹ്. പടച്ചവനെ ക്യാൻസർ നിങ്ങൾ ഒരാൾക്കും പറയില്ല അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് പറയില്ല അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കില്ല അല്ലാഹ്. ഒരുക്കില്ല അല്ലാഹ്. ലക്ഷക്കണക്കാളുകൾ ചെലവഴിച്ച ഒരു ലോകം പറയില്ല അല്ലാഹ്. ആഫിയത്ത് തരണേ അല്ലാഹ്. പടച്ചവനെ ക്യാൻസറാണ് പ്രതിച്ചേച്ചു തിരുവനന്തപുരത്തിന്റെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അല്ലാഹുവേ ഞങ്ങളെ കൈപിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചവൻ ഒരു സ്വലാത്ത് വിചാരത്തായി ഉറങ്ങി അമൃത ഹോസ്പിറ്റലിന്റെ തലത്തിൽ അവസാന നിമിഷത്തിന്റെ റേഡിയേഷൻ ടെസ്റ്റ് ക്യാൻസർ പോയിട്ട് ഗുണപോലില്ലാതെ അത്ഭുതത്തോടെ പറഞ്ഞെങ്കിൽ അത് സ്വലാത്തിന്റെ അത്ഭുതമാണ് അല്ലാഹ്. ഇതുപോലെ അത്ഭുതങ്ങൾ നിങ്ങൾ തിരികെ തരണമല്ലാഹ്. നിങ്ങളെ കൈപിടിക്കുന്ന ഒരാളും പാടാത്തുള്ള തമ്പുരാൻ, ഒരാളും വൃഥാപരാത്തുള്ള തമ്പുരാൻ. അല്ലാഹുവേ നിങ്ങൾ ആശിക്കുന്ന ഒരാളും പാടാത്തുള്ള അല്ലാഹ്. ഒരാളുടെ വസിയത്തിനെ എല്ലാവരും നിങ്ങൾ മറന്നാൽ വിട്ടുപോയാൽ അല്ലാഹ് ഈ സദസ്സിന്റെ ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ സദസ്സിൽ എല്ലാവരുണ്ട് കൈപിടിച്ചവരുണ്ട് ആശയോടെ പറഞ്ഞവരുണ്ട് ആളുകളുണ്ട് സദസ്സിൽ മരിക്കണവരെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹ് എപ്പോ ഈ ദുനിയാവിൽ നിന്ന് വിടപറയേണ്ടി വന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്ഭുതമായ കൈവത്തോടെ ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണിവരുമ്പോൾ കണ്ടു ആരംഭിച്ച് തട്ടുമുട്ടി വയ്ക്കാൻ എല്ലാ കാര്യങ്ങളിലും വഹിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങളുടെ സായന്മാർ ഞങ്ങളെല്ലാം എല്ലാമാരുടെ ഇടപെടൽ തരണമല്ലാഹ്. ഈ പരിശുദ്ധ സ്വലാത്ത് ഞങ്ങൾക്ക് മുതലാക്കി തരണമല്ലാഹ്. ബറക്കത്ത് തരണമല്ലാഹ്. റമളാനിലേക്ക് ഞങ്ങൾക്ക് ആയുസ്സ് നീട്ടണമല്ലാഹ്. ഒന്നാമത്തെ രാത്രി നരകമോചനം കിട്ടണമോ ഞങ്ങൾ ഉൾപ്പെടുത്തണമല്ലാഹ്. ഈ റമളാനിന്റെ ഓരോ ദിവസവും ഞങ്ങളെ സന്തോഷത്തോടെ നിങ്ങൾക്കുള്ള പടച്ചവനെ ഉറപ്പോടെ അനിഷ്ടത്തോടെ കടന്നു പോവില്ലേ اللهم ارزقنا حج بيتك الحرام وزيارة روضة سيدنا مصطفى
بغياث أنبيائك بغياث أوليائك بغياث المتقين بغياث المؤمنين يا ذا الجلال والإكرام آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും സാധനങ്ങൾ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി